നമസ്കാരം എൻ്റെ ഡെയിലി ജേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ഓൾ. ഡേ ലെവിക്കുട്ടിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്നത്തെ യൂണിഫോമിൻ്റെ കളറ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലെവിക്കുട്ടിൻ്റെ വാട്ട്സ് ഇൻ മൈ നഴ്സറി ബാഗിൽ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇന്ന് അതാണ് നമ്മുടെ വ്ളോഗ്. ആൾ എന്നെ പോലെ തന്നെ സ്കൂളിൽ പോകാൻ അത്യാവശ്യം നല്ല മടിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാനൊന്ന് റെഡിയാക്കി സെറ്റാക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ്ട് സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ ഇവനെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ലെവിക്കുട്ടിൻ്റെ ബാഗിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കാണുക. ലെവിക്കുട്ടിന് ഉറങ്ങിക്കിടന്ന സമയത്താണ് ഞാനതൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ലെവിക്കുട്ടിനെ പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ലെവിക്കുട്ടിൻ്റെ നഴ്സറി ബാഗിൽ എന്താണെന്ന് കാണാം. ഓക്കെ, UK ടൈം സോണിലാണ് കേട്ടോ ലെവിക്കുട്ടൻ ഇപ്പോഴും. അതുകൊണ്ട് ഒരു 3 മണിക്കൂർ പിന്നോട്ടാണ്. ഇതാണ് ലെവിക്കുട്ടിൻ്റെ നഴ്സറി ബാഗ്. ഇതിന് മുമ്പേ ഞാനൊരു ബാഗ് UK നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടു. ചെറിയ ബാഗാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ നഴ്സറി വിട്ടതിൻ്റെ ഈവനിങ് തന്നെ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതാണ് അവന് ഇഷ്ടപ്പെട്ട ബാഗ്. ഇതിനകത്ത് ടിഫിൻ ബോക്സും ഉണ്ട്. അത് കൂടാതെ വാട്ടർ ബോട്ടിലുണ്ട്. ആ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് അവൻ യൂസ് ചെയ്യുന്ന ടോമിറ്റോപ്പിയുടെ ബോട്ടിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്സും, പിന്നെ ടിഫിൻ ബോക്സിൽ ചിലപ്പോൾ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ നൂൽപുട്ട്. ഇതാണ് അവന് ഇഷ്ടപ്പെട്ട പലഹാരം കേട്ടോ. പിന്നെ ചക്കരയുടെ എല്ലാ ഐറ്റംസ് ഇഷ്ടമാണ്. ഉണ്ണിയപ്പം, ഇലയട, അതുപോലെ തന്നെ അവൽ വിളയിച്ചതൊക്കെ. അതൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാനത് കൊടുത്തു വിടാത്തത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് UK നിന്ന് മേടിച്ച ബാഗ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊന്നും തന്നെ കൊള്ളില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലിയ ബാഗിലേക്ക് മാറിയത്. നഴ്സറിയിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തത് എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ്, അതുപോലെ തന്നെ 3-4 പാമ്പേഴ്സ്, പിന്നെ അവന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. സ്വീറ്റിനെയും കാട്ടി ആൾക്കിഷ്ടം ക്രിസ്പ് അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. സ്വീറ്റിൻ്റെ ഐറ്റംസ് ചക്കരയിലുള്ളത് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ ലെവിക്കുട്ടിന് വൈപ്സ് അലർജി ആയത് കാരണം ഞാൻ കോട്ടൺ ആയിട്ടുള്ള ടവലാണ് വെച്ചിരിക്കുന്നത്. എക്സ്ട്രാ ഒരു ടവലും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു കിറ്റ്. ഈ കിറ്റിനകത്താണ് ലെവിക്കുട്ടിൻ്റെ ബോഡി ലോഷനും അതുപോലെ തന്നെ സൂഡോ ക്രീമും ഞാൻ വെച്ചിരിക്കുന്നത്. വീൽസ് ഓൺ ദ ബസ് ഗോസ് റൗണ്ട് 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 റൗണ്ട്. ഞങ്ങൾക്ക് പിന്നെയും നല്ല ഉറക്കം വരുന്നുണ്ടത്. ആണോ? ഇവിടെ ഒരാൾ റെഡി ആവാൻ വേണ്ടി പോയ സമയത്ത് പിന്നെയും ബെഡിൽ വന്ന് കിടന്നു. പൊന്നെ ബാ, എണ്ണിക്കാടാ ചക്കടേ, ബാ ബാ നമ്മുടെ പോന്നു, ബാ ബാ. നോ, ലെവിക്കുട്ടിന് എത്ര വയസ്സായി? ഇത്രയും ചെറിയ പ്രായത്തിൽ എന്തിനാണ് ഈ കുഞ്ഞിനെ നഴ്സറി വിടുന്നതെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ലെവിക്കുട്ടിന് 2 ഇയേഴ്സ് ആകുന്നതിൻ്റെ 1 മാസം മുമ്പെയാണ് നമ്മൾ നഴ്സറിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചത്. നമ്മൾ UK നിന്ന് ദുബായിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത സമയത്ത് ആദ്യത്തെ 2 months ഹോട്ടൽ അക്കോമഡേഷൻ ആയിരുന്നു കമ്പനി പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കറിയായിരുന്നു ലെവിക്കുട്ടൻ തീർച്ചയായിട്ടും ബോറടിക്കുന്നത്. സ്ക്രീൻ ടൈം കൊടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ എനിക്ക് തോന്നി അവനെ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആക്കുന്നതായിരിക്കും നല്ലതെന്ന്. ബിക്കോസ് എത്രയാന്ന് വെച്ചിട്ടാണ് ഒരു റൂമിൽ തന്നെ ഇരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ പുറത്തു പോകുന്നത്. ഒരു പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അറ്റൻഷൻ അവിടെ വേണമെന്നറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങളിലേക്കുള്ള ഒരു അറ്റൻഷൻ കുറച്ച് ഞാൻ ലെവിയെയും അതുപോലെ തന്നെ എന്നെയും എൻഗേജ്ഡ് ആക്കിയത്. ഞാൻ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മളിതിനകത്ത് വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ലെവിക്കുട്ടിൻ്റെ ബ്ലാങ്കറ്റ് ഞാൻ കൊടുത്തു വിടുന്നതാണ്. പിന്നെ അവൻ്റെ സ്പൂൺ ആ സെറ്റ് ലെവിയിൽ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ UK നിന്ന് മേടിച്ചതാണ്. ഇത് നമുക്ക് ഷെഫ് ചോമോനും ലിഞ്ചും ഗിഫ്റ്റായിട്ട് തന്നതുമാണ്. അപ്പം ഇത് ഞാൻ കൊടുത്തു വിടാൻ ഇപ്പോൾ അവൻ ഉറങ്ങുന്നൊന്നുമില്ല, അപ്പോൾ അവന് ബ്ലാങ്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന്. പിന്നെ ഈ സ്പൂൺ ഞാൻ കൊടുത്തു വിടാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇത് കാണുമ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യേണ്ടി വരും. വേറെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ സ്പൂൺ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെറ്റാണ്. ഇതും ഞാൻ ബാഗിൽ വെച്ചില്ല. അപ്പോൾ ഇതും ഞാനൊന്ന് കാണിക്കുവാണ്. ഇവിടെ നമ്മൾ സ്കൂളിൽ പോകാൻ നേരത്ത് അവർക്ക് ബ്ലാങ്കറ്റും വേണം. ചില സമയത്ത് കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുമല്ലോ. അപ്പം ഇത് ഞാൻ ആമസോണിലാണ് പറഞ്ഞത് കേട്ടോ, ഈ സ്പൂണിൻ്റെ ഈ സെറ്റ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനതൊന്ന് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ലെവിന്ന് ഞാൻ പേര് എഴുതിപ്പിച്ച് കിട്ടിയതാണ്. ടാപ്പി. ഓ, വെരി ഗുഡ്. ലെവിക്കുട്ടിൻ്റെ നഴ്സറിയുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവിക്കുട്ടിനോട് ചോദിക്കും ഞാൻ ഫുഡ് എന്തൊക്കെയാണ് കഴിച്ചത്, എന്താ കഴിക്കാഞ്ഞേ, എന്താ ഇഷ്ടപ്പെടാഞ്ഞേ എന്നൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യും. പിന്നെ ബാഗിൽ വെച്ചിട്ടുള്ള നഴ്സറി നോട്ട്സ് ഞാനൊന്ന് ചെക്ക് ചെയ്യും. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവൻ്റെ ഭാഷയിൽ ഞാനൊന്ന് മനസ്സിലാക്കിയെടുക്കും. പിന്നെ ആ വീഡിയോയുടെ ഓഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത് ബാങ്ക് കൊടുക്കുന്ന സമയമായിരുന്നു. തൊട്ടടുത്ത് തന്നെ മോസ്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇട്ടത് കേട്ടോ. ഇവന് നഴ്സറിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡേ തൊട്ടൊരു റൊട്ടീൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം.
വന്നു കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് എത്തും. താഴെ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡ് കളക്ട് ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലവിക്കുട്ടൻ ചെറിയൊരു നാപ്പ് എടുക്കുന്ന സമയത്താണ് എൻ്റെ എഡിറ്റിംഗ് പരിപാടിയെല്ലാം. നാപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഉഷാറായിരിക്കും. 5-5:30 ആൾ എണ്ണിക്കും. 6 മണിയാകുമ്പോഴത്തേക്ക് അച്ചു എത്തും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലോണ്ടറി കൊണ്ടുവന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ചെറിയൊരു വാക്കൊക്കെ നടത്തും. ചൂടൊക്കെ കുറഞ്ഞൊരു സമയമായിരിക്കും. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സാണ് ചുറ്റിനുള്ള ആൾക്കാർ. അവരോടൊക്കെ കത്തി അടിച്ച് ഞങ്ങൾ റൂമിലെത്തുമ്പോഴത്തേക്ക് അച്ചു ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും. ഞങ്ങളെ കാണാനായിട്ട് ഉറ്റിമോൾ എത്തിയിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല ഉറ്റീനെ. കല്യാണത്തിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലവിക്കുട്ടിനെ ഇതുവരെ ഉറ്റിമോൾ കണ്ടിട്ടില്ല. എന്നെ മാത്രം കാണിച്ചിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ദേ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഉറ്റി ഹസ്ബൻഡ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പോയി പിക്ക് ചെയ്യാം കേട്ടോ. താഴെ എല്ലാവർക്കും ഞാൻ ഉമ്മ എന്ത് വേണേലും തരാം. എന്നെ ഞാൻ കൊണ്ടുപോയി എടുത്തോ. ഞാൻ വീഡിയോയിൽ പറയാറുന്നേ, ഈ ലോകത്തുള്ള എല്ലാവരും കണ്ടു, എന്നെ മാത്രം ചേച്ചി കാണിച്ചില്ല, എനിക്ക് മാത്രം കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല. മിക്ക ദിവസങ്ങളിലും അച്ചു എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ കാണും കേട്ടോ. ദുബായ് അല്ലേ, നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സും കസിൻസും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ലവിക്കുട്ടിനെ കാണാൻ ആഗ്രഹമുണ്ട്, എവിടെയാണ് ദുബായിലൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അവരെല്ലാവരും മീറ്റ് ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഇപ്പം നഴ്സറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലവിക്കുട്ടൻ ബിസിയാണ്. ഉടനെ തന്നെ എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റിപ്ലൈ ഒക്കെ കൊടുത്ത് നമുക്കൊരു ഗെറ്റ് ടുഗെദർ ദുബായ് തന്നെ പ്ലാൻ ചെയ്യാം. ഞങ്ങൾ ഇന്നൊരു മൂവി കാണാൻ വേണ്ടി പോവാണ് ദുബായ് ഫെസ്റ്റിവൽ മോളിൽ. ഇതൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അപ്പം അച്ചുവിന് 2 o'clock വരെ ഓഫീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ചു പറഞ്ഞു മൂവി കാണാനായിട്ട് നേരെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്ക് എത്താമെന്ന്. അപ്പോൾ അന്ന് ഞാൻ ലവിക്കുട്ടിന് ഫുഡ് കൊടുത്തെങ്കിലും അവനെ ഉറക്കാൻ അത്ര ഉത്സാഹം കാണിച്ചില്ല. ഇതെങ്ങനെയാണ് ലവിക്കുട്ടിനെ വെച്ച് മൂവി കാണുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ ഫുൾ ബിസി ആക്കും. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം ഓടിച്ചൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ആളുറങ്ങാറാവുന്ന സമയത്ത് നോക്കിയിട്ടാണ് ഞങ്ങൾ എപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് നഴ്സറിയിൽ നിന്ന് വന്ന ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങും എന്നറിയാവുന്നത് കാരണം 3:30 മൂവിയാണ് ബുക്ക് ചെയ്തത്. UK-യിലുള്ള ലെറ്റോയിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ ഈ മിൽക്ക് കേക്ക് കഴിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും അച്ചും അത്ര സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞങ്ങൾ നോ പറയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയും ചെയ്യും. പിന്നെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണ് ഡയറി മിൽക്കിൻ്റെ ഫ്രൂട്ട് നട്ട് ഒന്ന് വായിലിടുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ റെഡി ആയിട്ട് പോകാൻ പോകുന്നത് ഒരു പ്രോപ്പർട്ടി കാണാനാണ്. മേടിക്കാനാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ, എന്താകുമെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും ഇന്നൊന്ന് പോവുകയാണ്. സോ അവർ താഴെ കാറും കൊണ്ട് വന്നിട്ടുണ്ട്. ലവിക്കുട്ടനും അച്ചും താഴോട്ട് പോയി. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരു പച്ച മയത്തിലാണ്. ഇവിടെ പ്രോപ്പർട്ടി മേടിക്കുന്നതാണോ റെൻറ്റിന് എടുക്കുന്നതാണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം കമൻറ്റിലൂടെ. ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നമ്മളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ചുമ്മാ റെൻറ്റ് കൊടുക്കണ്ടല്ലോ, പ്രോപ്പർട്ടി മേടിക്കാലോ എന്ന് ചെറിയൊരു പ്ലാൻ വന്നു. അപ്പം നല്ല ഫ്ലാറ്റ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ മെസ്സേജിലൂടെ നമുക്ക് കിട്ടിയൊരു ടീമാണ്. സോ ഇത് ഏത് കമ്പനിയാണെന്നൊന്നും എനിക്കറിയില്ല. താഴെ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമേ. ദുബായ് വന്നിട്ടുള്ള എല്ലാ ദിവസവും ബിസി ആയിരുന്നു. പക്ഷേ സ്പെഷ്യലി ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേ സൂപ്പർ ഡൂപ്പർ ബിസി ആയിരുന്നു. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും പ്രോപ്പർട്ടി വ്യൂയിങ്ങിന്. ടൗൺ ഹൗസ് കണ്ടു, വില്ലാസ് കണ്ടു, അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ് കണ്ടു. ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി ഓപ്ഷൻസും ഉണ്ട്. ദുബായ് സിറ്റിക്കകത്ത് തന്നെയാണ് ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യം. പക്ഷേ അത് വലിയ വീടുകളൊക്കെ എടുക്കാൻ നേരത്ത് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഓക്കെ ആവുന്നില്ല. പുറത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഓക്കെ ആവുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. ഞങ്ങൾ 2 പേരും സിറ്റി പേഴ്സൺ ആണ് കേട്ടോ. ലണ്ടനിലാണെങ്കിലും ഇപ്പം ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. സോ ലണ്ടൻ്റെ പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് വീടുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് താല്പര്യമില്ലാത്തത് കാരണമാണ് ഞങ്ങൾ അങ്ങനെ തന്നെ സ്റ്റേ ചെയ്തത്. ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇപ്പോഴും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല റെൻറ്റിന് പോകണോ അതോ മേടിക്കണമെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ടൗൺ ഹൗസിന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഫു പെട്രോൾ ഡെലിവറി സർവീസ് ഞാൻ കണ്ടത് കേട്ടോ. പെട്രോൾ ഇല്ലാതെ നമ്മൾ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി, പെട്രോളോ ഡീസലോ ഒക്കെ എത്തിച്ചേരും. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ലോട്ടൊക്കെ കണ്ടല്ലോ, 2 കാറൊക്കെ പാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ വന്നത് ശോഭയുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഞങ്ങൾ അന്ന് തന്നെ ഒരു 3-4 വ്യൂയിങ് കണ്ടു കേട്ടോ. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഡിസൈഡ് ചെയ്ത് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് തന്നെ മതിയെന്ന്. അത് ഏത് ലൊക്കേഷനിൽ വേണം, എത്ര ബെഡ്റൂം വേണം, നമ്മുടെ ബഡ്ജറ്റിന് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പം ഞങ്ങൾ. അങ്ങനെ ഇന്നത്തെ കലാപരിപാടി നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. ഫൈനലി ശോഭയുടെയും കൂടെ പ്രോപ്പർട്ടീസ് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഇപ്പോൾ പോകുന്നത് കരാമയിലേക്കാണ്. കാരണം കരാമയിൽ നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മുടെ കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. അപ്പോൾ എവിടെയുള്ള ആൾക്കാരാണെന്നല്ലേ അത് അവിടെ ചെന്നതിന് ശേഷം കാണാം. ദുബായിൽ വന്നപ്പോൾ നമ്മുടെ ഒരു സ്വന്തം നാട് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് 2 ഇഷ്ടപ്പെട്ടു, പക്ഷെ 2 ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് എടുക്കണോ അതോ വില്ലയിലേക്ക് പോകണോ എന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എനിവേ ഈ ലൊക്കേഷൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ ചെന്ന് നമുക്ക് ആലോചിക്കാം. അവിടെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കരാമയിലേക്ക് പോയത്.
നമ്മുടെ ലണ്ടനിൽ നിന്ന് ലിൻസി അതുപോലെ തന്നെ ജസ്നയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഗോ പ്രൊഡക്ഷൻ ടീംസാണ് ഇവരെല്ലാവരും. നിങ്ങൾക്കറിയാം, എൻ്റെ വ്ളോഗിലൂടെയും റീൽസിലൂടെയും സ്റ്റോറിയിലൂടെയൊക്കെ നമ്മുടെ ഗ്ലോബൽ ക്രൗൺ നടക്കുകയാണ് അടുത്ത മാസം. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ വന്നത്. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്ക് ദുബായിൽ അടുത്തൊരു പ്രോപ്പർട്ടി വ്യൂവിന് പോയാലോ? ഇതെനിക്ക് തോന്നി ഇപ്പോൾ തംബ്നെയിലിട്ടത് തെറ്റിപ്പോയെന്ന്. ലവിയുടെ നഴ്സറി ബാഗ് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ പ്രോപ്പർട്ടി ഹണ്ടിങ്ങിനാണ് ഈ ഒരു വ്ളോഗ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തംബ്നെയിൽ അങ്ങനെ മാറ്റേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തതുപോലെ ഇനിയുള്ള വ്യൂയിങ് ഫുള്ളും അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അമൽ ഒരു മലയാളിയാണ്, പുള്ളിയാണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ 4 ബെഡ്റൂം 5 ബെഡ്റൂം അതുപോലെ തന്നെ ടൗൺ ഹൗസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. എനിക്കൊരു കാര്യം സംസാരിക്കാൻ അവിടുന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലേവിക്കുട്ടൻ ഭയങ്കര ബഹളമായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നമ്മളിതേ ഇവരെല്ലാം മീറ്റ് ചെയ്തതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ആന് പാർക്ക് ചെയ്തത് എവിടെയാണെന്ന് അറിയാത്തതിൻ്റെ കൺഫ്യൂഷനിൽ അങ്ങനെ കുറേ സമയം പോയി കേട്ടോ. അപ്പോൾ അവൻ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് പേര് കാത്തിരിപ്പുണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ഇട്ടത് മന്തി കഴിക്കാനാണ്. ദേ ഇവരാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ വെയിലത്താണ് നിന്നത്. ജസ്നയുടെ ഫ്രണ്ട്സാണ് അവർ. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ തപ്പിപ്പിടിച്ച് എത്തിയപ്പോഴത്തേക്ക് ഒരു സമയമായി. ഞങ്ങൾ ഫൈനലി ലഞ്ച് കഴിച്ചത് ഫൈൻബറി എന്ന സ്ഥലത്തു നിന്നായിരുന്നു. ബിക്കോസ് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ മന്തിക്കട ഭയങ്കര തിരക്കായതുകൊണ്ട് മന്തിക്കടയുടെ പേരെന്താണ്? മന്തി. ഓ സോറി ബോസ്, ഈ കാണുന്ന ആളില്ലേ എന്നെ കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ ആദ്യം ദം ബിരിയാണി കഴിക്കാൻ വന്നു, പിന്നെ ഞാൻ മനസ്സ് മാറിയോ അവിയൽ കണ്ടപ്പോൾ ഊണിലേക്ക് പോയി. രണ്ടും കഴിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ലാസ്റ്റ് അച്ചു കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. നമ്മൾ ഈ വീഡിയോ കാണുന്ന ലെവിക്കുട്ടൻ എന്തൊരു പാവ, അതല്ലട്ടോ ആള്, ശുദ്ധനാണവൻ. പക്ഷെ ഇവൻ വായി നോക്കിയാ സൈഡിലേക്ക് കാണുന്നുണ്ട്. ഇഷിനെ കണ്ടപ്പോൾ തൊട്ടിട്ട്. അങ്ങനെ ജസ്നയുടെ ഫ്രണ്ടാണ് കേട്ടോ ഫറയും, ഫറയുടെ വൈഫ് നേഹിയും. സോ അപ്പോൾ അവരാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്തിക്കടയിൽ കൊണ്ടുപോയത്. പക്ഷെ കഴിക്കാൻ നമുക്ക് അവസരം ഉണ്ടായില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര ഒരുപാട് നേരം അവർ വെയിറ്റ് ചെയ്ത് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട്. നല്ല ചൂടും അല്ലേ. അപ്പം ഞങ്ങൾ നേരെ പിന്നെ ഫൈൻബറി കയറിയിട്ട് ഫുഡ് കഴിച്ചു, കുറച്ച് സ്നാക്സും മേടിച്ചു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സ്നാക്സ് മേടിച്ചു. നമ്മൾ പുതുതായിട്ട് പരിചയപ്പെട്ടതാണ് അന്ന ആക്ച്വലി നമ്മുടെ ലിൻസിയുടെ ഫ്രണ്ടാണ്. ലിൻസി ബായ് ഇവിടെ പഴികഞ്ഞി കുടിച്ച് വന്നിട്ടുണ്ട്. സാമങ്ങളുടെ വീട്ടിൽ പോയി കണ്ടോ തിരിഞ്ഞു നടക്കുന്നുണ്ട് പഴികഞ്ഞി കുടിച്ച്. അന്ന ഇവിടെ എവിടെയാ സ്റ്റേയിങ്? ഇവിടെ ഞാൻ സിലിക്കൺ ഒയാസിസ് എന്ന് പറയും, ദുബായിൽ. എനിക്ക് പിന്നെ അറിയുന്ന സ്ഥലമാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ ലിങ്ക്ഡ്ഇൻ ഇനി എല്ലാം ദുബായിൽ കറക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഒത്തിരി സ്റ്റേ ട്യൂൺ. ലൈക്ക് ഞാൻ പറയാൻ വന്നത്, എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ആ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളെ എൻ്റെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ആസ് എ ന്യൂ കമർ എന്നുള്ള നിലയിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ദുബായിയുടെ കാര്യങ്ങൾ അറിയാലോ. പക്ഷെ ഞാനൊരു എന്താ പറയുക, UK നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് എക്സ്പ്ലോർ എ ലോട്ട്. യെസ്, വിൽ ഡു ഇറ്റ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ഞങ്ങൾ ഇനി നേരെ റൂമിലേക്കാണ്. വി ആർ സോ ടയർഡ്. ടേക്ക് കെയർ. അപ്പോൾ ബൈ. അന്ന് വൈകിട്ട് അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് താരിഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. സർപ്രൈസ് ആയിട്ട് വൈഫ് ദേ ഞങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു. താരിഫിൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് ഇവരെല്ലാം കോയമ്പത്തൂർ പഠിച്ച ആൾക്കാരാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു ഗെറ്റ് ടുഗെദർ പോലെയായിരുന്നു അന്ന്. നമ്മൾ ലെവിക്കുണ്ട് 4 മന്ത്സ് ഉള്ളപ്പോൾ ദുബായ് വന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു താരിഫിൻ്റെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുറച്ച് ആളുകളെയൊക്കെ എനിക്ക് നല്ല പരിചയമായിരുന്നു. ലെവിയും ഭയങ്കര ബിസി ആയിരുന്നു, എല്ലാവരുടെയും കൂടെ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ കാര്യം പറഞ്ഞു നിർത്തി എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിസൈഡ് ചെയ്തത് ഫൈനലി നമുക്കൊരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ദുബായ് സിറ്റിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ബെഡ്റൂമിൻ്റെ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, ഇത് മാത്രമേ നമ്മളുടെ ലൊക്കേഷൻ അനുസരിച്ച് നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ചും കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലായത് കൊണ്ട് നമ്മൾ അമലിനോട് പറഞ്ഞിരിക്കുന്നത് ദേ ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന്. പുള്ളി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് എന്നുള്ളത് അടുത്ത വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ താരിഫിൻ്റെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. താരിഫിൻ്റെ ഉമ്മയും സിസ്റ്ററും വൈഫൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ചു. ലെവിക്കുട്ടിന് നൂൽപുട്ടിനോട് കുറച്ച് വീക്ക്നെസ് ഉണ്ടായത് കാരണം ഞാൻ 3-4 പൊതിഞ്ഞും താരിഫിൻ്റെ വൈഫിനോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവന് നഴ്സറി കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരോടും ചാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ലെവിക്കുട്ടിന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഡേ ചർച്ച് ഉണ്ടായിരുന്നു. ഹാപ്പി സൺഡേ. ഇന്നലെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു 12-1 മണിയായി കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ട്രിനിറ്റി മാർത്തോമ ചർച്ചിലേക്ക് പോകുന്നത്. ഒറ്റുമോള് രാവിലെ തന്നെ വിളിച്ചു, ചേച്ചി വരുന്നുണ്ടോയെന്ന്. അപ്പം നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. ലെവിക്കുട്ടനും അച്ഛനും ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോയി. ലെവിക്കുട്ടിൻ്റെ പാലെടുത്ത് വെച്ചു, ഞാൻ എടുക്കാൻ മറന്നുപോയി. പള്ളിയിൽ ചെന്ന് ആരാധനയൊക്കെ കൂടി
എല്ലാ വിശേഷങ്ങളും അറിഞ്ഞതിന് ശേഷം ആ വിശേഷം ബാക്കി നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. രാവിലെ 7:45 കേട്ടോ സൺഡേയിലെ സർവീസ് ഉണ്ടായിരുന്നത്. ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ സർവീസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നല്ല ഉഷാറായി. പള്ളിയിൽ ചെന്നപ്പോൾ കാരമോളെ ഫാമിലിയും കണ്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഞങ്ങളുടെ കസിനാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ കാരൻ്റെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവരങ്ങ് പോയി. ചർച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉറ്റിമോളുടെ വീട് ഇവിടുന്ന് ഒരു 5 minutes വാക്കേ ഉള്ളൂ. നടന്നപ്പം ആദ്യമായിട്ടാണ് ചൂടില്ലാതൊരു ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബിഹൈൻഡ്. ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാമേ. സൂപ്പറായിട്ടുണ്ട് ഈ ലൊക്കേഷൻ. നടന്ന് പോകാനും ഫോട്ടോ എടുക്കാനും റീൽസ് ചെയ്യാനും ഒക്കെ അടിപൊളി. അപ്പോൾ നമ്മൾ നമ്മുടെ കരൺ മോളെയും കണ്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് ഫാമിലി ആയിട്ട്. അപ്പം ഒരുപാട് സന്തോഷം. ഒത്തിരി ആളുകൾ വന്ന് സംസാരിച്ചു. നമ്മളെ അറിയുന്ന ആളുകളാണ്, നമ്മളെ പരിചയമുള്ള ആളുകളാണെന്നൊക്കെ പറയുമ്പോൾ ലവിക്കുട്ടനെ അറിയാം. ലവിക്കുട്ടനെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മനസ്സിലായി കുറേ ആളുകൾക്ക് കുർബാന എടുക്കാൻ പോയപ്പം. അപ്പോഴത്തേക്ക് നമ്മൾ വിനീതിനെ കൂടെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ട്രിനിറ്റി ചർച്ചിലാണ് വന്നപ്പോൾ തൊട്ട് പോകുന്നത്. സോ അവിടുത്തെ സർവീസ് എന്ന് പറയുന്നത് ഫ്രൈഡേയും സാറ്റർഡേയും സൺഡേ ഉണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ ഉറ്റുമോളെ മീറ്റ് ചെയ്യും, സീനിയർ ചേച്ചി മീറ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി കസിൻസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ വ്ളോഗും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്നെക്കാട്ടി കൂടുതൽ ലവിക്കുട്ടിനെ പരിചയമായിട്ട് വന്ന് മിണ്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ഞങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നതിൽ. ഉറ്റുമോളും വിനീതും ഒക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ റൂമിലെത്തി. ബെഡ് കണ്ടതും ഫ്ലാറ്റ് ഔട്ട് ആവാനാണ് തോന്നുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ കരിയറും കാര്യങ്ങളും എല്ലാം വന്ന് പാക്കിംഗ് എല്ലാം പൊട്ടിച്ച സാധനങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം ചുരിദാറും കിട്ടിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പള്ളി പോകാൻ നേരത്തെ ചുരിദാർ ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മനസമാധാനക്കേടായതുകൊണ്ട് തന്നെ അത് കിട്ടിയിട്ട് പോകുന്നുള്ളെന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് വീക്ക് നമ്മൾ പോകാതിരുന്നത്. ഒത്തിരി ആളുകളെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. ഇനി നമുക്ക് ഒരുപാട് ആളുകളെ കാണാനുണ്ട്, പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.